നമ്മൾ വാങ്ങുന്ന കവർ പാലിൽ മായം കൂടുന്നു. കൊഴുപ്പ് കൂട്ടാൻ ഉപയോഗിക്കുന്നത് പാം ഓയിലും. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരളത്തിലേക്ക് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും അതിർത്തി കടന്നെത്തുന്ന പാലിന്റെ ഗുണനിലവാരം സംബന്ധിച്ച ആശങ്ക. പാൽ ഗുണനിലവാര പരിശോധനാ സംവിധാനം നിലവിൽ കൊല്ലത്തെ ആര്യങ്കാവ്, പാലക്കാട് ജില്ലയിലെ മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റുകളിൽ മാത്രമാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്നത്. ബാക്കി ജില്ലകളിൽ ജില്ലാ ഗുണനിയന്ത്രണ ലാബുകളിൽ പാൽ പരിശോധിക്കണമെന്നാണ് ചട്ടം. എന്നാൽ എവിടെയും ഇത് പാലിക്കപ്പെടുന്നില്ല. പാലിന്റെ കൊഴുപ്പ് വർദ്ധിപ്പിക്കാനും മറ്റും വലിയ രീതിയിലാണ് മായം ചേർക്കുന്നത്. 2022 ഇടുക്കിയിൽ നടത്തിയ പരിശോധനയിൽ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന 12,780 ലിറ്റർ പാലിൽ യൂറിയ കണ്ടെത്തി. കൊഴുപ്പ് വർദ്ധിപ്പിക്കാനാണ് പാലിൽ സാധാരണ നിലയിൽ മായം കലർത്തുന്നത്. പാമോയിലാണ് മായത്തിൽ കൂടുതലും. പാമോയിലിൽ പാലിലെ കൊഴുപ്പുമായി വളരെ സാമ്യമുള്ള ഫാറ്റി ആസിഡ് പ്രൊഫൈൽ ഉണ്ടെന്നതാണ് ഇതിന് കാരണം. ഗുണനിലവാരത്തിൽ സംശയമുള്ള പാലിന്റെ 200 മില്ലിഗ്രാം സാമ്പിളുമായി ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസുകളിൽ പ്രവർത്തിക്കുന്ന ജില്ലാതല ലാബുകളിൽ എത്തി പരിശോധിക്കണം. മാർക്കറ്റിൽ പാൽ മുഴുവൻ വിറ്റഴിച്ച ശേഷമാണ് സംശയം തോന്നുന്നവർ പരിശോധനയ്ക്ക് സാമ്പിളുമായി എത്തുന്നത്. 15,000-വും 20,000-വും ലിറ്റർ പാൽ നിറച്ച ടാങ്കർ ലോറികൾ നിർബാധമാണ് അതിർത്തികൾ കടന്നെത്തുന്നത്. സംസ്ഥാനത്തെ വിവിധ പാൽ വിതരണ കമ്പനികളും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാൽ ഉപയോഗിക്കുന്നുണ്ട്. കൊഴുപ്പ് കൂടിയതാണെന്നാണ് കമ്പനികളെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. ഓണക്കാലത്ത് സാധാരണ ഉപഭോഗത്തിന്റെ 5-6 ഇരട്ടി പാലാണ് അതിർത്തി കടന്നെത്തുന്നത്. മാർക്കറ്റിൽ ലഭ്യമായ പാലിന്റെ സാമ്പിളുകൾ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ ശേഖരിച്ച് അനലിറ്റിക്കൽ ലാബുകളിൽ പരിശോധിക്കുന്നുണ്ടെന്നാണ് ക്ഷീരവികസന വകുപ്പ് പറയുന്നത്. മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബുകൾ സജീവമാണെന്നും ഇവർ പറയുന്നുണ്ട്. എന്നാൽ ഇത്തരം നാമമാത്രമായ പരിശോധന പാൽ മാർക്കറ്റിൽ എത്തിയ ശേഷമാണ് നടക്കുന്നത്. ക്ഷീരവികസന വകുപ്പും ഭക്ഷ്യസുരക്ഷാ വകുപ്പും സംയുക്തമായി അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ താൽക്കാലിക ലാബ് സജ്ജീകരിച്ചിട്ടുണ്ട്. എന്നാൽ 12 ജില്ലകളിലും ഇതിനായി സ്ഥിരം സംവിധാനമില്ല.